കൊല്ലം തങ്കശ്ശേരിയിൽ ശക്തമായ തിരമാലയെ തുടർന്ന് വീണ്ടും വള്ളം മറിഞ്ഞു. 6 പേർ പോയ വള്ളമാണ് മറിഞ്ഞത്. 5 പേരെ രക്ഷപ്പെടുത്തി. ഒരാളെ കണ്ടെത്താനുണ്ട്. വിവരങ്ങൾ എം മനോജ് നൽകും. മനോജ്, നമ്മൾ ഇവിടെ വിഴിഞ്ഞത്തെ തീരപ്രദേശത്തെ സ്ഥിതി പരിശോധിക്കുകയായിരുന്നു. അവിടെയും ശക്തമായ കാറ്റാണ്, കൊല്ലത്തും ശക്തമായ കാറ്റാണ് എന്നുള്ളതാണല്ലേ. അപ്പോൾ വള്ളം മറിഞ്ഞ് അപകടം സംഭവിച്ചിരിക്കുന്നു. ഇനി എത്ര പേരെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്? എന്താണ് വിവരങ്ങൾ? രാഖിനി, ഒരാളെ കൂടെയാണ് കണ്ടെത്താനുള്ളത്. കഴിഞ്ഞ ദിവസവും നീണ്ടകരയിലും അതോടൊപ്പം തന്നെ അതിനു മുമ്പ് തങ്കശ്ശേരിയിലും വള്ളം മറിഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും പുലർച്ചെയോടെയാണ് ഈ തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞിരിക്കുന്നത്. 6 പേർ പോയ മത്സ്യബന്ധന വള്ളമാണ് മറിഞ്ഞത്. ഇതിൽ 5 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ ചിലരൊക്കെ നീന്തി കയറി. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ഇനി ഒരാളെയാണ് കണ്ടെത്താനുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം നീണ്ടകരയിൽ പുലിമുട്ടിന് സമീപമാണ് ഒരു വള്ളം മറിഞ്ഞത്. അതിൽ 12 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിക്കുകയും പിന്നീട് 2 പേരെ കണ്ടെത്താനുണ്ടാകും. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയും ചെയ്യുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം പിന്നാലെ കിട്ടുകയായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. കാരണം കടലിലേക്ക് പോകുമ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ഈ വള്ളങ്ങൾ മറിയുന്ന ഒരു സാഹചര്യമാണ്. പുലർച്ചെ മത്സ്യബന്ധനത്തിനായി പോയതാണ്. 6 പേരായിരുന്നു ഈ ചെറിയ വള്ളത്തിലുണ്ടായിരുന്നത്. ഈ വള്ളം മുന്നോട്ട് പോകുമ്പോൾ തിരമാലയിൽപ്പെട്ടാണ് മറിഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ 5 പേർക്ക് രക്ഷപ്പെടാനായി എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അതോടൊപ്പം ഇനി ഒരാളെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. പക്ഷേ പ്രതികൂലമാണ് കാലാവസ്ഥ. കാരണം ഈ വെള്ളം മറിഞ്ഞ സ്ഥലത്തേക്ക് കോസ്റ്റൽ പോലീസിനോ അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് എത്തണമെങ്കിൽ ഈ തിരമാലകൾക്ക് അല്പം ശമനമുണ്ടാക്കണം. അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ പ്രശ്നവുമുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ തിരച്ചിൽ തുടരുകയാണ് ഇയാൾക്ക് വേണ്ടി. അതേസമയം തന്നെ നീണ്ടകരയിലും ഈ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം അതായത് എല്ലാ തവണയും മത്സ്യബന്ധനത്തിന് പോകുന്ന അത്രയധികം പരിചയസമ്പന്നരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ ഇവർ പോകുമ്പോൾ ഈ തിരമാലകളിൽപ്പെട്ട് വള്ളം മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. മനോജ്, നേരത്തെ ശാലിനി അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കാറ്റ്, പ്രത്യേകിച്ച് ഈ കടലിൽ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണോ ഇത്തരത്തിൽ കൂടുതൽ തിരമാലകൾ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? ഈ ബന്ധപ്പെട്ടവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒപ്പം ഈ മത്സ്യബന്ധന തൊഴിലാളികളും പ്രത്യേകിച്ച് ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് അവർ കടലിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും പലരും കടലിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് തീരദേശ മേഖല പ്രത്യേകിച്ചും, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഈ തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ദിവസമായിരുന്നു. അർദ്ധരാത്രിയോടുകൂടി ട്രോളിംഗ് നിരോധനം അവസാനിച്ചെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ തീരദേശത്തേക്ക് ബോട്ടുകൾ പോകുന്നതിനും അതോടൊപ്പം തന്നെ വള്ളങ്ങൾ പോകുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ബോട്ടുകളാണ്, എനിക്ക് പിന്നിൽ കാണുന്ന വലിയ ബോട്ടുകളൊക്കെ ഇന്ന് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിനായി പോകേണ്ടതാണ്. എന്തായാലും വലിയ ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ട്. കാരണം നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ കാറ്റ് കാരണമാണ് ഈ തിരമാലകളിൽപ്പെട്ട് വള്ളം മറിയുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇത് 1-2 3ഓളം വെള്ളം ഇതിനോടകം തന്നെ ഈ 2-3 ദിവസത്തിനകം മറിഞ്ഞു കഴിഞ്ഞു. തങ്കശ്ശേരിയിലും നീണ്ടകരയിലും അടക്കമാണ് ഈ വള്ളങ്ങൾ മറിയുന്നത്. ഇതിൽ തങ്കശ്ശേരിയിൽ മറിഞ്ഞ വള്ളത്തിലും മരണം സംഭവിച്ചു, നീണ്ടകരയിലും മരണം സംഭവിച്ചു. ഇന്നിതാ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആശങ്ക തുടരുകയാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ തരുന്ന ചില വിവരങ്ങളാണ്. അതായത് ഇത്തരത്തിൽ കാറ്റിൻ്റെ പ്രശ്നവും അതോടൊപ്പം തന്നെ തിരമാലകളുടെ പ്രശ്നവുമാണ് ഈ വള്ളം മറിയാൻ ഒരു കാരണമാകുന്നതെന്ന്. അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനാണ് വിലക്കും ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനോജ്, അതോടൊപ്പം തന്നെ ഈ കിഴക്കൻ മേഖലയിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? അവിടെ വീടുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും കൊല്ലത്ത് നിന്നുള്ള സ്ഥിതിയാണ് മനോജ് വിശദീകരിക്കുന്നത്. മനോജ് കേൾക്കുന്നുണ്ടോ? മനോജ്, അവിടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ എന്നു ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. ഈ തിരുവനന്തപുരം ചെങ്കോട്ട പാതയിലൊക്കെ വെള്ളം കയറി, ഒപ്പം തന്നെ അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയ ഒരു സാഹചര്യം അവിടെ എങ്ങനെയാണ്? അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ?
ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഈ കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ചെങ്കോട്ട പാതയിലടക്കം കുളത്തൂപ്പുഴ 30 അടി പാലത്തിലടക്കം വെള്ളം കയറിയതായാണ് വിവരം ലഭിക്കുന്നത്. ഇതിൻ്റെ ചില ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മലയോര ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടതായാണ് വിവരം. അതോടൊപ്പം ഈ കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്താണ് വീടുകളിലേക്ക് വെള്ളം കയറുന്നത്. ഇവരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് തുടരുന്നത്. വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ കല്ലടയാറ് നിറയുമോ എന്നുള്ളതാണ്. കര കവിഞ്ഞു എന്നുള്ള ചില വിവരങ്ങളും വരുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഈ ദേശീയപാതയിലടക്കം വെള്ളം കയറും. അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തെ വീടുകളിലേക്ക് കൂടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കിഴക്കൻ മേഖലയിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കുളത്തൂപ്പുഴ ഈ മലയോര മേഖലയുണ്ട്. ഇവിടെയൊക്കെ തന്നെയും ഈ നദികളിലെ വെള്ളം കരകവിഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡുകളിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾ, അതായത് ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ മറ്റ് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്.